ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ പിഴവ് സംബന്ധിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രി. വിനോദിനിയുടെ കുടുംബത്തിന് ആശുപത്രി അധികൃതർ അയച്ച കത്തിലാണ് പിഴവ് പറ്റിയെന്ന് തുറന്നു പറയുന്നത്. അന്വേഷണത്തിന് ഹാജരാകാനും കുടുംബത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ്. ഒടുവിൽ നമ്മൾ പറഞ്ഞതും കുടുംബം പറഞ്ഞതും ശരിവയ്ക്കുകയാണ് അല്ലേ അധികൃതർ? അരുൺകുമാർ, തീർച്ചയായും സെപ്റ്റംബർ മാസത്തിലാണ് പാലക്കാട് പല്ലശ്ശന സ്വദേശിനിയായിട്ടുള്ള വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്നത്. അത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് എന്നുള്ളതാണ് ആ കുട്ടിയുടെ കുടുംബം ആദ്യം മുതൽ തന്നെ പറയുകയും ചെയ്തത്. പിന്നീട് ആ കുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സർക്കാർ പ്രാഥമിക അന്വേഷണം നടത്തി ജില്ലാ ആശുപത്രിയിലെ 2 ആളുകളെ സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ചികിത്സാ പിഴവ് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ, ഡോക്ടർമാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. സർക്കാർ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. 2 മാസമായിട്ടും ഒരു മൊഴിയെടുപ്പ് പോലും നടന്നിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ ആ വിദഗ്ധ സമിതി പാലക്കാട്ടേക്ക് എത്തി കുട്ടിയുടെ കുടുംബത്തിന് മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ഹാജരാവാൻ വേണ്ടി കുട്ടിയുടെ കുടുംബത്തിന് നൽകിയിട്ടുള്ള കത്തിലാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രി അധികൃതർ തന്നെ പിഴവ് സമ്മതിച്ചു എന്ന് തുറന്നു പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു കത്ത് നൽകുമ്പോൾ ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുടെ മേലുള്ള അന്വേഷണത്തിൽ ഹാജരാവുക എന്നുള്ളതാണ് കത്തിൽ പരാമർശിക്കുക. പക്ഷേ വിനോദിനിയുടെ കുടുംബത്തിന് നൽകിയിട്ടുള്ള കത്തിൽ ജില്ലാ ആശുപത്രി അധികൃതർ തുറന്നു പറയുന്നത് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ഹാജരാവാൻ എന്നുള്ളതാണ്. ഏതായാലും ജില്ലാ ആശുപത്രി അധികൃതർ തന്നെ തുറന്നു പറഞ്ഞ ഈ സാഹചര്യത്തിൽ ഇനി കടുത്ത നടപടികളിലേക്കാണ് സർക്കാരും ആരോഗ്യ വകുപ്പും കടക്കേണ്ടത് എന്നുള്ളതാണ് കുട്ടിയുടെ കുടുംബം പറയുന്നത്. ശരിയാണ്, പക്ഷേ ഈ കുടുംബത്തിന് എന്തെങ്കിലും കിട്ടുമോ? കുടുംബം നേരത്തെ പരാതി പറഞ്ഞിരുന്നു. അവർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്തതോ ഒന്നും അവർക്ക് കാര്യമായിട്ട് കിട്ടില്ല. കുട്ടിയുടെ കുടുംബം വല്ലാത്തൊരവസ്ഥയിലുമാണ്. ആ കുഞ്ഞിനാണെങ്കിൽ കൈ നഷ്ടപ്പെട്ടത് കാരണം കൃത്രിമ കൈ വെച്ചുപിടിപ്പിക്കുന്നതിന് ഇപ്പോൾ ഒരു സഹായം കിട്ടിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ആ കുഞ്ഞിനെ സഹായിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ അതിൽ? അരുൺകുമാർ, അതായത് സർക്കാർ ഈ കുട്ടിയുടെ കുടുംബത്തിന് ആകെ നൽകിയിട്ടുള്ളത് 2 ലക്ഷം രൂപയാണ്. ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് ആ 2 ലക്ഷം രൂപ മാത്രമാണ്. പിന്നീട് ആ കൃത്രിമ കൈയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്നു. കൊച്ചിയിലെ ആശുപത്രിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കുട്ടിയുടെ കുടുംബം പറയുന്നത് ഈ കൃത്രിമ കൈ തന്നെ പ്രതിപക്ഷ നേതാവ് നൽകുന്നത് ഒരു 5 വർഷത്തേക്ക് തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് തങ്ങൾ എന്ത് ചെയ്യണം? കുട്ടിക്ക് പിന്നീടും ഈ കൃത്രിമ കൈ, അതും ചലിക്കുന്ന കൃത്രിമ കൈ വെക്കണമെങ്കിൽ വീണ്ടും സാമ്പത്തിക സഹായം വേണ്ടിവരും. മാത്രമല്ല തങ്ങളുടെ അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ, സഹായകരമായിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണം എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കം നടന്നതായി കുട്ടിയുടെ കുടുംബത്തിന് അറിവില്ല. മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ഈ കുടുംബത്തിന് സഹായം നൽകുമെന്നൊരു അറിയിപ്പ് വന്നിരുന്നു. പക്ഷേ കുട്ടിയുടെ കുടുംബത്തിന് ഇതുവരെയും ആ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കുട്ടിയുടെ കുടുംബം പറയുന്നത്. ഇന്ന് വരുന്ന വിദഗ്ധ സമിതിയുടെ മുമ്പിൽ തങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവർ അറിയിക്കും. അതിനുശേഷം പിന്നീട് വീണ്ടും ജില്ലാ ഭരണകൂടത്തെ സമീപിച്ച് സർക്കാർ സഹായത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാവണം എന്നുള്ളതാണ് പൊതുവെ സമൂഹത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന ആവശ്യം. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഇക്ബാൽ.